ഇത് എടപ്പാൾ അങ്ങാടി ജുമാ മസ്ജിദ്. മസ്ജിദിൻ്റെ ബിൽഡിങ്ങിന് തന്നെ മസ്ജിദിനോട് ചേർന്നിട്ടൊരു ബാർബർ ഷോപ്പ് ഉണ്ട് കേട്ടോ ഫ്രണ്ട്സ്. ഇതിൽ പ്രസാദ് ഉണ്ട്, ബാർബർ പ്രസാദ്. പ്രസാദാണ് നമ്മളെ ഇന്നത്തെ ഹീറോ. ഞാൻ പ്രസാദിനെ കാണാൻ വന്നതാണ്, മുടിയൊക്കെ ഒന്ന് വെട്ടണം. പ്രസാദിനെ കുറിച്ച് പറയുകയാണെങ്കിലേ, കഴിഞ്ഞ 21 വർഷമായിട്ട് പ്രസാദ് നോമ്പ് എടുക്കുന്നുണ്ട്. റംസാനിലെ കംപ്ലീറ്റ് 30 നോമ്പ്. നമ്മളൊക്കെ പലപ്പോഴും നോമ്പ് മിസ്സാക്കാറില്ല. എന്നാൽ പ്രസാദ് 21 വർഷമായിട്ട് ഒരു നോമ്പ് പോലും മിസ്സാക്കിയില്ല. പുള്ളിക്കാരൻ മുന്നേ ദുബായിൽ അവിടെ വർക്ക് ചെയ്തപ്പോൾ അന്നത്തെ ഒരു ശീലമാണ് ഇപ്പോഴും പിന്തുടർന്ന് കിട്ടാം. ഇതുപോലത്തെ പ്രസാദ്മാരെ കേട്ടാൽ നമ്മളെ യഥാർത്ഥ കേരള സ്റ്റോറി. പ്രസാദിനോട് പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, ഇന്ന് എൻ്റെ 3 മക്കൾക്കും നോമ്പുണ്ടെന്നാ. 5ാം ക്ലാസ്സിലും 3ാം ക്ലാസ്സിലും പഠിക്കുന്ന മക്കളാണ്. അവർക്ക് 3 പേർക്കും നോമ്പുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞാൻ സത്യത്തിൽ അത്ഭുതപ്പെട്ടു പോയി. കാരണം പ്രസാദ് നോക്കണത് കണ്ടുകെട്ട് ആ മക്കൾക്കൊരു ആഗ്രഹം നോമ്പെടുക്കണമെന്ന്. എന്താണ് നോമ്പ് എന്ന് അറിയാൻ വേണ്ടിയിട്ട് ആ കുട്ടികളൊന്ന് നോമ്പെടുക്കുന്നത്രേ. കേട്ടപ്പോൾ നമുക്കൊരു സന്തോഷം കേട്ടോ. കാരണം 21 വർഷമായിട്ട് ഇങ്ങനെ പോലുള്ള ആൾക്കാരൊക്കെ നമ്മളെ ഇടയിൽ ജീവിച്ചിരിക്കണമെന്ന് പറയുമ്പോഴല്ലോ നമുക്ക് സന്തോഷം തന്നെ കേട്ടോ. തറാവി നമസ്കാരം കഴിഞ്ഞിട്ട് എല്ലാവരും നടന്നു വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആ സമയത്താണ് ഞാനും പോയത്. പ്രസാദിനായിട്ട് കുറേ സംസാരിച്ച് നമ്മൾ കുറേ നേരം അവിടെ സ്പെൻഡ് ചെയ്ത്. കാരണം ഇപ്പോൾ പെരുന്നാളിൻ്റെ തിരക്കൊന്നും ഇല്ലാത്ത കാരണം ഇപ്പോൾ പെട്ടെന്ന് ഓടിയിട്ട് വരുമല്ലോ. അപ്പോൾ അലിക്കൊക്കെ വന്നിട്ട് പ്രസാദിന് കൈയെടുത്ത് കൊച്ചിൻ്റെ അന്വേഷണമൊക്കെ പറഞ്ഞിട്ടാണ് പോകുന്നത്. എപ്പോഴും നിസ്കാരം കഴിഞ്ഞ് ഇവരൊക്കെ വന്നിട്ട് ഇവർ കണ്ടിട്ടാണ് പോവുക. അപ്പോൾ ഞാനെന്തായാലും മുടി വെട്ടട്ടെ. എന്തായാലും പ്രസാദിനെ പോലുള്ള ആൾക്കാരാണ് നമ്മുടെ ഇടയിലെ യഥാർത്ഥ ഹീറോസ്. അപ്പോൾ അടുത്ത വീഡിയോ ചെയ്യണം. ബൈ.